സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകി സൗദി ജയിലിൽ നിന്ന് മോചിതനായ മലയാളി ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തിയ കേസിലാണ് കണ്ണൂർ കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശി ടി ഫസലുദ്ദീനെ ഇരട്ടി പോലീസ് പിടികൂടിയത്. സൗദിയിൽ ജോലി ചെയ്യവേ മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബോൺ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ, അയാളെ 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകിക്കൊണ്ട് അവിടുത്തെ പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, മോചിപ്പിക്കുകയാണ്. ഇപ്പോൾ ലഹരിക്കടത്ത് കേസിലും ഫസലുദ്ദീൻ അറസ്റ്റിലായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. നീലിമ, ഈ പല ആളുകളും വിദേശ ജയിലുകളിലൊക്കെ തന്നെ ചില അബദ്ധത്തിൽ ചെയ്തു പോയ സംഭവത്തിനൊക്കെ ജയിലിൽ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം ആളുകളെയൊക്കെ തന്നെ നാട്ടിലടക്കം വലിയ പൈസ പിരിച്ച് അവരെ മോചിതരാക്കാൻ മലയാളികളടക്കം ശ്രമിച്ച ധീരമായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ധീരമായ കഥകളെയൊക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 2006-ൽ സൗദിയിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുന്ന സമയത്താണ് ഫസലുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി മംഗളൂരു സ്വദേശിയായ ഒരാളെ കൊലപ്പെടുത്തുന്നു. തുടർന്ന് ഏതാണ്ട് 10 വർഷത്തോളം അവിടെ ജയിലിൽ കഴിയുകയും ചെയ്തു. തുടർന്ന് 80 ലക്ഷത്തോളം രൂപ ദയാധനം നൽകി. ആ ദയാധനം നൽകി പിരിച്ചു നൽകിയത് ചില സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒക്കെയാണ്. അത്തരത്തിൽ നൽകിയ പൈസ കൊടുത്ത് ജയിൽ മോചിതനായി നാട്ടിലെത്തുന്നു. തുടർന്ന് ബംഗളൂരുവിൽ പോയി അവിടെ ഒരു കടയിൽ നിന്ന് ഏതാണ്ട് കഞ്ചാവ് കച്ചവടം നടത്തുന്നു. ആ കഞ്ചാവ് കച്ചവടത്തിന് ഏതാണ്ട് 50 കിലോ കഞ്ചാവ് വിൽപ്പന നടത്തുകയും അവിടെ കർണാടക പോലീസ് ഇയാളെ പിടികൂടുകയും ഏതാണ്ട് 3 വർഷത്തിലേറെ അയാൾ അവിടെ ജയിലിൽ കഴിയുകയും ചെയ്തു. 2026-ൽ, അതായത് ഈ വർഷം ജയിൽ മോചിതനായി നാട്ടിലെത്തി അയാൾ ഈ മയക്കുമരുന്ന് വിൽപ്പനയിൽ വളരെ വേഗം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു. അതിൻ്റെ തലവനായി മാറുന്നു. അതായത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് വിൽക്കുന്ന കണ്ണിയിലെ പ്രധാനിയായി ഈ ഫസലുദ്ദീൻ എന്ന വ്യക്തി മാറുന്നു. ഈ സംഭവം പിടിക്കപ്പെടുന്നത് ഏതാനും ദിവസം മുമ്പ് ഈ പടിയൂർ സ്വദേശിയായ ഒരു വ്യക്തി ബസ്സിൽ കഞ്ചാവ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അയാളുടെ ബാങ്ക് രേഖകളും അതുപോലെ തന്നെ ഫോൺ ചാറ്റും ഒക്കെ പരിശോധിച്ച സമയത്താണ് ഫസലുദ്ദീൻ ആണ് ഇതിൻ്റെ മെയിൻ പ്രധാനി എന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പിടിയിലാവുകയും ചെയ്തു. വലിയ തോതിലുള്ള കഞ്ചാവ് കച്ചവടം അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം തന്നെയാണ് ഇയാൾ നടത്തിയിരുന്നത്. ഇരട്ടിയിൽ ഒരു തട്ടുകട നടത്തിയിരുന്നു. ആ തട്ടുകട കേന്ദ്രീകരിച്ചടക്കം വലിയ തോതിൽ ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. കാരണം ഒരാളെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അയാൾ സമൂഹത്തിന് നല്ലത് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇയാൾ സമൂഹത്തിന് തന്നെ വലിയ വിപത്തായ ലഹരി കച്ചവടത്തിൻ്റെ തലവനായി മാറി കൊണ്ടുവന്ന ആളുകളെ മുഴുവൻ അപമാനിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ഒരു നടപടി തന്നെയാണ് ആളുകൾ ചെയ്തപ്പോൾ ഇനി അത്തരം ജയിലിൽ കിടക്കുന്ന ആളുകളെ രക്ഷിക്കണോ വേണോ എന്ന് രണ്ടാമത് ആലോചിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയം എടുത്തു പറയേണ്ടതുള്ളത്. നീലിമ, കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയത്.